ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് എങ്ങോട്ടാ പോണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാർത്തിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. ഭയങ്കര ആഘോഷ ആർഭാടമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ച് ചില്ലിയാന്ന് വിചാരിക്കുക കേട്ടോ. അത്ര ഉള്ള പരിപാടി. പിന്നെ ഇപ്പൊ ഞാൻ ക്യാബിലാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഭൂമി വിൽക്കാൻ വന്ന മാതിരി ക്യാമറ കടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ഫ്രണ്ട്സിനെ കാണിച്ചിടാം. എല്ലാവരും കൂടി ഇന്ന് വൈബ് ആക്കാൻ പോകുന്ന ദിവസമാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആഘോഷിക്കാം ഇന്നത്തെ ദിവസം. കൊച്ചേർക്കൻ നോക്കിക്ക് ഇതാരാ നമ്മുടെ കൂടെ ഉള്ളേന്നുള്ളത്. ഒന്നിനെ കാണിച്ചപ്പോ തന്നെ ഞാൻ ഒരു ഗട്ടർ ചാടിയടാ. ഞങ്ങള് രണ്ടുപേരും കൂടി ആട്ടോ ഈ ഊബറിലുള്ള. നമ്മുടെ ബാക്കി ടീംസ് ഒക്കെ വേറെ കാറിലും ഒക്കെ ആയിട്ട് നമ്മള് ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തോണ്ടിരിക്കുക അല്ലേടാ. അപ്പൊ പോണ്ടേ അല്ലെ? ചുള്ളം ചെക്കനെ നോക്കിക്ക്. ഇന്നലെ ഞാൻ കണ്ടപ്പോഴും ഈ ടീഷർട്ടും ഷർട്ടും ഒക്കെ തന്നെ ഇരുന്നട്ടാ. വിളിച്ചിട്ടില്ലേടാ, എനിക്ക് മനസ്സിലായി. അതെ, വീഡിയോ എഡിറ്റിങ്. പിന്നെ ഞാൻ കൂടെ മുതലെടുക്കണേന്ന് സജിയല്ലേ. ക്യാമ്പൊക്കെ വെച്ച് സുന്ദരനായിട്ട് ഇരിക്കണ കേട്ടാ. അപ്പൊ എല്ലാരും ഞാൻ കാണിച്ചു തരാം കുറച്ചു കഴിഞ്ഞിട്ടല്ലേ. എക്സൈറ്റഡ് ആണോടാ? പൊളിക്കില്ലേ നമ്മള്? പൊളിക്കും നമ്മള്, തകർക്കും നമ്മള്. അതെ, യെസ് യെസ്, പൊളിക്കാൻ പോവാ നമ്മള്. ടൂ മച്ച് ട്രാഫിക്. യെസ്, ഒരു ചേട്ടൻ വെറുതെ കൂടി പോണു നോക്കി. ഹലോ സാനു ബ്രോ. ബ്ലാക്ക് പാന്തറിന്റെ ഉള്ളില് ബ്ലാക്ക് മനുഷ്യൻ. അതെ, പോയാലോ നമുക്ക്? പൊളിച്ചാലോ? ഓണാക്കി വെക്കണാ? ഒളിക്യാമറാണോ? ഒളിക്യാമറ അല്ല. അപ്പൊ സെറ്റ് സെറ്റ് പൊളിക്കാം. അതെ അതെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ പോയാലോ? അപ്പൊ നമുക്ക് വരട്ടെ. അനന്തപുരം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. ആ സെറ്റ്. അങ്ങനെ ഞങ്ങള് ദേ പബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പബ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അല്ല ഞങ്ങളുടെ പരിപാടി. ഇന്ന് ഫുഡ് അടിക്കുക, കറങ്ങാറുണ്ട്, ഡാൻസ് കളിക്കുക അല്ലേ. അതെ, നമുക്കിന്ന് പൊളിക്കണം എല്ലാരും കൂടി, അത്രേ ഉള്ളൂ അല്ലേ ഉദ്ദേശം. തകർക്കണല്ലോ, വൈബാക്കണ്ടടാ കൊച്ചേർക്ക. അതിനാണ് പോണ, കേക്ക് മുറിക്കാൻ പബ്ബില്. അതെ, വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും അടിപൊളിയാണല്ലോ പബ്. മ്യൂസിക്, DJ ഇതൊക്കെ. ആ വൈബും നമ്മൾ ഹോട്ടലിലൊന്നും പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതെന്നെ അന്ന് ഞങ്ങള് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് സാനു ബ്രോ മതിലമ്മേൻ ചരിയുന്ന ആളാണ്. സാനു അമ്പളയും കൂടെ അല്ലേ? സാനു ബ്രോ പരിപാടിക്ക് വന്നിട്ട് കണക്ക് പറഞ്ഞ് എന്നെ പബ്ബിലോട്ട് കൊണ്ടുപോകണേ. ഞാൻ അല്ലെങ്കിൽ പബ്ബിലൊന്നും കയറാറില്ല. അതെ, ഇന്നലെ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഞാൻ ബാക്ക് പറഞ്ഞുകൊണ്ട് അത് അമ്മേനെ ഇന്നത്തേക്ക് റിവ്യൂവിന് കൊണ്ടുപോയി അല്ലെ. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് സെറ്റ് ചെയ്തപ്പോ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യണ്ടേ. ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വന്നാണ്. പിന്നെ വന്നെന്നുള്ളത് കുഴി ചാടിയതെ കൊക്കെ വീണ മാതിരി. പക്ഷെ അതെ അതെ, പക്ഷെ പൊളിക്കും. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോ ഡാൻസ് കളിക്കാം. ഞാൻ പാർട്ടി ഫ്രീക്കാണ് ഗൈസ്. ഞാൻ പറയാം, ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ പാർട്ടി ഫ്രീക്കാണ്. എനിക്ക് സൈലന്റ് വൈബിനേക്കാൾ ഇഷ്ടം എനിക്ക് വയലന്റ് വൈബാണ്. അതാണ് എനിക്ക്, അതാണ് ഇഷ്ടം. അതെ, പക്ഷെ നമ്മളിന്ന് പൊളിക്കും എല്ലാരും കൂടി. പൊളിച്ചെടുക്കും നമ്മള്. കൊച്ചിറക്കാൻ റെഡിയല്ലേ? സെറ്റ് സെറ്റ്. അതെ, അത് മൂത്ത ഇറക്കനാണെന്ന് നോക്കി. ഇതാരാണെന്ന് ആഫ്റ്റർ സോ ലോങ് അമ്മു അല്ലേ വ്ളോഗിൽ. ചേട്ടാ, ഞാനും ചേട്ടന്റെ സ്റ്റൈലൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് കണ്ട മോനെ. ബാഗി കയറ്റി ചേട്ടനല്ലേ, ബാഗി ബേബി ആക്കി.
ഇന്ന് എൻജോയ് ചെയ്യാണ്ട് ഇത്രയും വലിയ പൊളി ഉണ്ടാക്കിയത് ഞങ്ങൾ എൻജോയ് ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷം നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ ഈ ഞാൻ സമയത്ത് ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ എങ്ങനെ ഉണ്ടായി? പൊളി വൈബല്ലേ? പൊളിച്ചു നമ്മളല്ലേ? തകർത്ത് സോനു ബ്രോ തകർത്ത് നമ്മള് പൊളിച്ച് നമ്മള്. അതിനിടയ്ക്ക് ഫയർ വർക്ക് തിരിച്ചു കത്തിച്ചു സോനു ബ്രോ. അമ്മു എങ്ങനെ ഉണ്ടായി? അമ്മു ഒരു എല്ലില്ലാത്ത മനുഷ്യനോട് തുള്ളലുണ്ടായി. പൊളിച്ചാ വൈബ് അല്ലേടി? നല്ല വൈബ്, നൈസ് വൈബ്. അതെ സത്യം, ഞങ്ങള് ശരിക്കും തകർത്തിട്ട് ഈ വൈബ്. പാട്ടും ബഹളവും കൂത്തുമായിട്ട് കാർത്തിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചല്ലേ സനുബ്രോ? അല്ലേ? ഡാൻസ് കളിപ്പിച്ചാല് എന്നിട്ട് നോക്ക് നാണം. പക്ഷെ പൊളിച്ചിട്ടോ, നല്ല വൈബ്, നല്ല സെറ്റ്, നല്ല ഹാപ്പി മൂഡ്. എന്റെ കെട്ടിയോന്റെ ഫേവറേറ്റ് സാധനമാണ് ഫ്രൈഡ് റൈസ് അല്ലേ? ഫ്രൈഡ് റൈസ് എവിടെ കണ്ടാലും അവിടെ നിൽക്കുമല്ലോ. ഇഞ്ഞു കണ്ടാ ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട് കെട്ടിയോ. എന്റെ ചേടത്തി അമ്മയ്ക്ക് സ്നേഹത്തോടെ വാരി കൊടുക്കുന്ന എന്റെ ഭർത്താവ്. നിങ്ങളുടെ ശത്രുതയൊക്കെ മാറിയാ? ശത്രുത മാറിയില്ലേ? ശത്രുത ഇല്ലേ? അപ്പൊ നീയല്ലേ പറഞ്ഞ ശത്രുവാണെന്ന് എന്റെ കെട്ടിയോൻ. ഇടക്കിടക്ക് അല്ലേ? ഇന്ന് അവള് വന്നോണ്ട് നമ്മള് ക്ഷമിച്ചല്ലാണെന്തോ. അവള് വന്നില്ലെങ്കിൽ ക്ഷമിക്കൂലായിരുന്നു. ആ എല്ലാരും പറയണതില്ലേ, ഇവളും എന്റെ കെട്ടിയോനും അനിയത്തിയും ചേട്ടനും ഒരുമിച്ച് വെച്ചേ, മുഖം വെച്ചേ. ശരിയാലേ? ഒരേപോലെ ഉണ്ട് ഇവര്. കണ്ടാ സ്നേഹം. നമ്മളങ്ങനെ കാർത്തിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പബ്ബില് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. മഴയത്ത് വെള്ളം കുടിച്ചാൽ അതേ സുഹൃത്തുക്കളെ, ബാറ്ററി ഇരുന്നേ ഒളി ക്യാമറ. എങ്ങനെയുണ്ടായി ബ്രോ? ബ്രോ എമ്പുരാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ എഡിറ്റ് ചെയ്ത ആളാണ് കേട്ടോ അല്ലേ? സ്കോർ ചെയ്തത്. ഓക്കെ, ആ മനുഷ്യൻ കണ്ട ചിന്നപ്പൊളി അല്ലേ? ചിന്നപ്പൊളി പൊളിച്ചു കൂട്ടോ. ഞങ്ങൾ എല്ലാരും കൂടി ഇന്നത്തെ ഒരു ബർത്ത്ഡേ പൊളിയായിരുന്നു. കാർത്തി, വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ അതെ, ഞങ്ങൾ പൊളിച്ചു കൂട്ടോ. അപ്പൊ ബാക്കി വീട്ടിൽ പോയിട്ട് ഗൈസ് ബൈ, ഐ മിസ് യു. ബൈ ടാറ്റാ, ബൈ ബൈ. പാർട്ടി എല്ലാം കഴിഞ്ഞ് ബൈ ഗൈസ്, ബൈ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. നമ്മളങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് നല്ല കിടിലം മഴയും കിട്ടി. നമ്മളിതേ തിരിച്ച് വീട്ടിൽ പോവാട്ടോ. അനന്തു എന്ത് മൂഡ്, റൊമാൻറ്റിക് മൂഡ്. നല്ല മഴ, ഒരു കൊടയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ. എനിക്ക് ഇഷ്ടപ്പെട്ടോ മഴ. ഗുഡ് നൈറ്റ് അമ്മ, ഗുഡ് നൈറ്റ്.